നമ്മളെ സീനിയേഴ്സിനെ പേടിച്ചിട്ട് മൊബൈലിൽ വാട്സപ്പ് ഉപയോഗിക്കാറില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, മൊബൈലിൽ വാട്സപ്പ് എങ്ങനെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നിങ്ങൾ വാട്സപ്പ് മൊബൈലിൻ്റെ നെറ്റ് ഓൺ ആക്കുകയും തുടർന്ന് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഓണാക്കുകയും ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൊബൈലിൻ്റെ എത്ര ഡിവൈസ് കണക്ട് ചെയ്യണം എന്നത് വേണമെങ്കിൽ ഇവിടെ തീരുമാനിക്കാം. ഇവിടെ നെറ്റ്വർക്ക് നെയിം, പാസ്വേഡ് എന്നിവ അറേഞ്ച് ചെയ്യും. വാട്സപ്പ് എടുക്കുന്ന മൊബൈൽ വൈഫൈ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇവിടെ കണക്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. വേറെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒഴിച്ച് എല്ലാ ബ്രൗസറും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാം. ഇവിടെ വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്യാം. വാട്സപ്പ് വെബ്. ഇവിടെ വേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ലൈനിലും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു QR കോഡ് ലഭിച്ചു. ഇതിന് നമ്മൾ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്മൾ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡുവൽ വാട്സപ്പാണ്. ഇതിൽ വാട്സപ്പ് വെബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഇമേജിനെ സ്കാൻ ചെയ്യാൻ വിടാം. ഇതൊരു QR കോഡാണ്. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ മെയിൻ നമ്പറാണ്. അവിടെ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് സെർച്ച് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ഇവിടെ കോണ്ടാക്ട് ഇൻഫോ, മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നതാണ്. ഇത് ഞാൻ ഈ ഉൾക്കാഴ്ച എന്ന ഗ്രൂപ്പിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചതാണ്. ഉൾക്കാഴ്ചയിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ വാട്സാപ്പ് ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇത് അവിടെ ഞാൻ ചെയ്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉൾക്കാഴ്ചയിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ വാട്സാപ്പ് ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലാവും നമുക്ക് വരും. ഇനി നമുക്ക് ഇവിടെ സ്റ്റാറ്റസിലെ ഭാഗം ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് നമ്പർ ആയതുകൊണ്ട് വളരെയധികം സ്റ്റാറ്റസ് ഇല്ല. ചാറ്റ് ഉണ്ട്, ഇവിടെ മെനു, അതേപോലെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. ഇതേ രീതിയിൽ നമുക്ക് സീനിയേഴ്സിനെ കാണാതെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷുഫീഖ്. നന്ദി, നമസ്കാരം.